നന്നായിട്ടുണ്ട്. സുരാജ് ഓൾറെഡി പ്രൂവ്ഡ് ആണല്ലോ. ഇത് കോമഡി, പുള്ളിയുടെ പഴയ കോമഡി നന്നായിട്ട് പുള്ളി വർക്കൗട്ട് ആയിട്ടുണ്ട്. ഗംഭീരം മസ്റ്റ് വാച്ച് മൂവി. സൂപ്പർ പടമാണ്, ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. നല്ല സൂപ്പർ പടമാണ്. നല്ല അഭിനയമായിരുന്നു, നല്ല കിടു അഭിനയമായിരുന്നു. സൂപ്പർ ഫണ്ടാസ്റ്റിക് സിനിമ. പ്രതീക്ഷിക്കാത്ത ഒരു ടൈപ്പ് ആക്ടിംഗ് ആയിരുന്നു. അടിപൊളി, പൊളിച്ചടുക്കി. നല്ല കോമഡി ഉണ്ട്. പിന്നെ സുരാജന്റെ വൻ തിരിച്ചുവരവാണ്, നന്നായിട്ടുണ്ട്. കഴിഞ്ഞ പടങ്ങളെയൊക്കെ അപേക്ഷിച്ച് വെച്ച് നോക്കുമ്പോൾ ഇത് സൂപ്പർ ആയിട്ടുണ്ട്. കോമഡിയൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. നല്ല പടം. രണ്ടുമാണ്. അപ്പോൾ എന്തായാലും ഫാമിലിക്ക് കയറാൻ പറ്റിയ നല്ലൊരു മൂവിയാണ്. ഫാമിലി എന്തായാലും കാണണം. നല്ല പടമാണ്. കോമഡി ഉണ്ട്, കൊള്ളാം. പടം നല്ല നൈസാണ്. ഒരു മസ്റ്റ് വാച്ച് ഫിലിം. നല്ല നമ്മൾ കണ്ടുകൊണ്ടിരിക്കാൻ നല്ലൊരു ഫിലിമാണ്. അതായത് നല്ലൊരു ഫിലിമാണ്. സുരാജിൻ്റെ നല്ല പടം, കോമഡി റോള് ചേരുകയാണ്. അതായത് ഒരു സീൻ പോലും ബോറടി ഇല്ലാതെ നമുക്കിങ്ങനെ ഇരുന്ന് കാണാം. അപ്പോൾ ഒരു ചില സീൻ കോമഡി തന്നെ, ഇത് ഡാർക്ക് ഹ്യൂമറാണ്. എല്ലാ കോമഡിയും അത്യാവശ്യം നല്ലൊരു വർക്കായിട്ട് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. ഒരു സീൻ സുരാജിൻ്റെ ഭാവങ്ങൾ മാറുന്ന ഒരു രക്ഷയില്ല. കാര്യം നമ്മളെല്ലാം ഞെട്ടിപ്പോയി, ഇങ്ങനെയാണോ. നൈസ് പടം, രക്ഷയില്ല. സിനിമ കാണാം. പടം ചേട്ടാ സൂപ്പർ പടം കേട്ടോ, നല്ല പടം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫാമിലി പടമാണ്. സുരാജ് വെഞ്ഞാർ ഒരു സൈക്കോ മോളുള്ളൊരു പടമാണ്. പക്ഷേ അത് കണ്ടിരിക്കേണ്ട ഒരു പടമാണ്. അത് അച്ഛനമ്മ മക്കളോടുള്ള സ്നേഹത്തിനും മക്കൾക്ക് അച്ഛനോടും അമ്മയോടുള്ള സ്നേഹത്തിനെ കുറിച്ചാണ് കാണിക്കുന്നത്. അത് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല അഭിനയിച്ചിട്ടുണ്ട് എല്ലാവരും. പിന്നെ മമ്മൂക്കയുടെ പഴയ യാത്ര എന്ന പടമില്ലേ, എമ്പലി ശോഭനായിട്ടുള്ള പടം, ആ പടത്തിന് തന്നെ പാട്ട് 2 പ്രാവശ്യം ഇടുന്നുണ്ട്. അത് ഇടുമ്പോൾ തന്നെ നമുക്ക് പാടും വേറെ. ആ പാട്ട് അറിയാലോ, ആ പാട്ട് കേൾക്കുമ്പോൾ ഒരു ഫീലിംഗാണ്. ആ പാട്ട് ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ഒരു ആക്സിഡൻറ്റ് കേസിലേക്ക് ആ പാട്ട് വരുമ്പോണ്ടല്ലോ, അത് നല്ലൊരു ഫീലിംഗാണ്. അത് അവരുടെ പടം പിടിച്ച് കയറുന്നത് ആ പാട്ട് റീക്രിയേറ്റ് ചെയ്തപ്പോൾ ഒന്നുകൂടെ ഫീലിംഗ് വരും, രോമ കഴുതേറ്റ് ചെയ്യും. നല്ല രീതിയിൽ പടം പോയിട്ടുണ്ട്. കിട്ടിലും പടം കേട്ടോ, ഫാമിലിക്ക് കയറാൻ പറ്റിയ പടം. അത് കണ്ടിരിക്കേണ്ട പടം. ഫാമിലി എല്ലാ അച്ഛനമ്മമാരും മക്കളും കണ്ടിരിക്കേണ്ട പടം. നല്ലൊരു പടം തന്നെ. അത് കാണാൻ ഒരു മിസ് ചെയ്ത പടം. അയ്യോ, ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല കയ്യടിയും ചിരിയും. അത് കുറേ നാൾ സത്യം പറഞ്ഞാൽ ആഗ്രഹിച്ചിരുന്നതാണ് ഇങ്ങനെ തിയേറ്ററിൽ ഒരു മുഴുനീള കോമഡി ഇല്ലെങ്കിൽ ചിരിക്കുന്നത്, കയ്യടിക്കുന്നതൊക്കെ കാണാനായിട്ട്. അത് ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് അത് സംഭവിച്ചു. ഒരുപാട് സന്തോഷം. താങ്ക് യു. കാണാത്തവർ ED തിയേറ്ററിൽ പോയി കാണുക. താങ്ക് യു എല്ലാവർക്കും. ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. എടുത്തോ? ഓക്കെ, താങ്ക് യു. കാണണം, എല്ലാ പടവും കാണും. താങ്ക് യു. നല്ല പടം. സുരാജേട്ടൻ്റെ ഒരു വ്യത്യസ്തം. അടിപൊളി സാർ, അടിപൊളി, സൂപ്പർ. പടം സൂപ്പർ, നല്ല പടം. സുരാജിൻ്റെ ഒരു കംബാക്കാണ്. നല്ല പടം. സുരാജിൻ്റെ ഒരു 1 മാൻ ഷോ ആണ്. സൈക്കോ പ്ലസ് കോമഡി. അത് പറഞ്ഞാൽ ഞാൻ ഒരുപാട് കോമഡി ദർശനം, പക്ഷേ കോമഡിക്കാർക്കുള്ള ഒരു ത്രില്ലർ തന്നെ ഇതിനകത്തുണ്ട്. കോമഡി ഉണ്ട്, ത്രില്ലർ ഉണ്ട്, ഫാമിലി ഇമോഷൻസും ഉണ്ട്. ആൻഡ് നമുക്ക് ക്ലൈമാക്സ് ആകുമ്പോൾ മനസ്സിലാവും എക്സ്ട്രാ ഡീസൻറ്റിന് EDക്ക് വേറൊരു ഫുൾ ഫോം കൂടി ഉണ്ട്. അത് ക്ലൈമാക്സിൽ നമുക്ക് കാണാം. സോ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ഫൺ എൻ്റർടൈൻമെൻറ്റ്. സുരാജിൻ്റെ ഒരു 1 മാൻ ഷോ ആണ്. കാരണം 2 ഗെറ്റബിളുണ്ട്, ഒന്ന് താടിയില്ലാത്തത് നമ്മൾ ട്രെയിലർ കണ്ടാണ്. സോ ഡിഫറൻസ് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഒരു സൈക്കോ, ട്രാൻസിഷൻ, കോമഡി എല്ലാം ത്രൂഡോടുകൂടെയാണ്. കോമഡീസ് സിറ്റുവേഷൻ കോമഡീസാണ്. ഔട്ട് ആൻഡ് ഔട്ട് സുരാജ് 1 മാൻ ഷോ ആണ്. ബാക്കി എല്ലാവരും ഫാമിലി ആകെപ്പാടെ ഒരു 10 ക്യാരക്ടേഴ്സ് അവരുടെ കഥയാണ് പറയണേ. ഒരു ഡോക്ടർ, അവരുടെ ഫാമിലി, ഇതൊക്കെ അതൊക്കെ അദ്ദേഹം വർക്കൗട്ടായിട്ടുണ്ട്. എന്തായാലും തിയേറ്ററിലൊന്ന് കാണാം. ഫാമിലിയായിട്ട് ക്രിസ്മസിന് എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ മൂവി ആയിരിക്കും. അതാണോ ഞാൻ ക്ലൈമാക്സ് പറഞ്ഞത്. EDക്ക് വേറൊരു ഫുൾ ഫോം കൂടി ഉണ്ട്. അത് പ്രത്യേകിച്ച് ക്ലൈമാക്സിൽ ആ പുള്ളിയുടെ ഒരു ചിരി കൂടി തിയേറ്ററിൽ വന്ന് കണ്ടാണ് ക്ലൈമാക്സ് പറയണ. പടം അടിപൊളി പടം. അടുത്ത ജഗതി ശ്രീകുമാറാണ് സുരാജ് വെഞ്ഞാർ. കിട്ടിയിട്ടില്ല, പക്ഷേ കണ്ടവരും നല്ല അഭിപ്രായം പറഞ്ഞുണ്ട്. അടുത്ത ജഗതി ശ്രീകുമാറാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സുരാജ് വെഞ്ഞാറോട്. കാര്യം എല്ലാ റോളും പുള്ളി ചെയ്യുന്നുണ്ട്. പിന്നെ ലിസ്റ്റിൻ സ്റ്റീഫൻ, പുള്ളിനെ പറ്റി പറയാനൊന്നുമില്ല. അതല്ല, ലിസ്റ്റിൻ സ്റ്റീഫനെ പറ്റി പറയണമെങ്കിൽ 37ാമത്തെ പടമുണ്ട് പുള്ളിയുടെ. പുള്ളിനെ ആരും കണ്ണുവെക്കല്ലെന്നാ പ്രാർത്ഥിക്കണം. കാര്യം എന്തോരം സിനിമകളെ ലിസ്റ്റിൻ സ്റ്റീഫൻ അതാ പറഞ്ഞ പുള്ളിനെ കണ്ണുവെക്കലെന്ന് പ്രാർത്ഥിക്കണം. 37ാമത്തെ ചിത്രം പുള്ളി ഒറ്റയ്ക്ക് ചെയ്യണം. ഇത് സുരാജ് പങ്കിട്ടാ. സുരാജ് വെഞ്ഞാർ കൂടെ ലിസ്റ്റിൻ സ്റ്റീഫൻ കൂടി. അതെ. പക്ഷേ ഇത് ലിസ്റ്റിൻ സ്റ്റീഫനും ഉണ്ട്. ഗൈസന് എല്ലാത്തിനും പ്രത്യേക. അടുത്ത കൽപ്പന എന്ന് തന്നെ പറയാം. ഗൈസന് ചേച്ചിയുണ്ട്. അത് കുറെ നാൾക്ക് ശേഷം വന്നത്. ഗ്രേസിയാൻ്റെ അടുത്ത കൽപ്പന എന്ന് പറയാം. കൽപ്പന ചേച്ചിയുടെ ആ ഒരു മികവ് ഗ്രേസിയാൻ്റെ പുള്ളി പ്രത്യേക വേറെ റോളാണ്.
ആണല്ലേ അതൊരു സൈക്കോ ത്രില്ലർ മൂവി. പ്രേക്ഷകര് നല്ല അഭിപ്രായം പറയണേ. എന്തായാലും ഞാൻ ഉച്ചക്ക് കാണും. ഇവരുടെ ടിക്കറ്റ് ഫസ്റ്റ് ഷോയ്ക്ക് എനിക്ക് കിട്ടി. ഞാൻ ഇതിനകത്ത് അഭിനയിച്ചും കൂടിയാ. ചെറിയ സീൻ ചെയ്തിട്ടുണ്ട്, ഞാനിത് കാണിക്കുന്നുണ്ട്. അത് പറയാനല്ല, കാണും പറയാം. കൂടുതലും നമ്മുടെ ആൾക്കാരും മീഡിയ ഫ്രണ്ട്സും ഒക്കെ ആണല്ലോ. അപ്പം ജനറൽ ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്ന് കാണുമ്പോഴും കുറച്ചുകൂടെ നമുക്ക് എന്താണ് എങ്ങനെയാണ് പടം പോകുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു കണ്ടിട്ട് എല്ലാവർക്കും അത്യാവശ്യം ഇഷ്ടപ്പെട്ടില്ലേ? കണ്ടായിരുന്നു പടം? ഇഷ്ടപ്പെട്ടു എന്നാണ് വിശ്വസിക്കുന്നത്. നമുക്ക് ആ ഒരു പ്രതീക്ഷയുള്ളൊരു പടം കൂടെ ആയിരുന്നു. സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ തന്നെ അതിൽ എന്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറി ലൈൻ ഉണ്ടായിരുന്നു, അത് തോന്നി. അപ്പോൾ അത് തിയേറ്ററിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നതാണ് നിങ്ങളുടെ ഒരു വിശ്വാസം. സുരാജേട്ടൻ ഡീസൻ്റ് ആയിരുന്നു, പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. സുരാജേട്ടൻ പ്രൊഡ്യൂസറും കൂടെ ആയിരുന്നല്ലോ. പക്ഷേ ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരു പ്രൊഡ്യൂസറുടെ ഇതൊന്നും ലൊക്കേഷനിൽ കാണിച്ചിട്ടില്ല. ഈ പറഞ്ഞ പോലെ ആക്ടറായിട്ട് തന്നെയായിരുന്നു നിന്നത്. നമുക്ക് നമ്മളെപ്പോലുള്ള പുതിയ ആൾക്കാർക്ക് പുള്ളിക്കാരൻ്റെ കൂടെ പിടിച്ചു വെക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ടാസ്ക്. അപ്പോൾ ഈ പറഞ്ഞ പോലെ അത് മാക്സിമം മോശമാക്കാണ്ട് ചെയ്യുക. കാരണം പുള്ളിക്കാരൻ ഒരു സൈഡിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മോശമായാലും അത് പുള്ളിക്കാരൻ്റെ പെർഫോമൻസിനൊക്കെ ബാധിക്കുമല്ലോ. അപ്പോൾ അതായിരുന്നു ഞങ്ങളുടെയൊക്കെ ഒരു ടാസ്ക്, പ്രത്യേകിച്ച് എൻ്റെ ടാസ്ക്. അത് മാക്സിമം നന്നാക്കി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതെ അതെ, കയ്യടിയുണ്ട്. അതെ, ഞാൻ എൻ്റെ വൈഫും ഇരുന്ന് കണ്ടത് ഞങ്ങളൊരു ജനറൽ ഓഡിയനെ പോലെ ഇരുന്നിട്ടാണ് പടം കണ്ടത്. അപ്പോൾ പുള്ളിക്കാരി ഇവരുടെ റിയാക്ഷൻസ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. കാരണം പുള്ളിക്കാരി ഇപ്പോൾ അത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പുള്ളിക്കാരുടെ മുഖത്തൊന്ന് അറിയാൻ പറ്റും. അപ്പോൾ എൻ്റെ പടമാണെങ്കിലും എൻ്റെ പെർഫോമൻസ് ശരിയല്ലെങ്കിലും പുള്ളിക്കാരി പറയും അത് നല്ലതല്ലായിരുന്നു എന്ന് പറയും. പക്ഷേ പുള്ളിക്കാരി ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ടിരുന്നാൽ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അതെല്ലാവരും ആ രീതിയിലിരുന്ന് കാണട്ടെ എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്. പിന്നെ ആളെ എൻജോയ് ചെയ്യാൻ നമ്മൾ അനുഭവിക്കുകയല്ലേ. പടം ടോട്ടലി എൻജോയ് അല്ല, രണ്ട് ജാനറുള്ള പടമല്ല. എങ്കിലും ഇത് മനസ്സിലായി. ചില മനുഷ്യർ ചില പ്രത്യേക അന്തരീക്ഷത്തിൽ അപ്സൈഡാവും. അത് ഉണ്ടാകുന്ന അത് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെല്ലാ മനുഷ്യരും ഒരുപോലെ അല്ലല്ലോ. ചില ആളുടെ ഒരു എക്സ്ട്രാ സ്വഭാവം വരും. അത് ചില പ്രത്യേക അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്നതാണ് അല്ലേ. അവർ അപ്സൈഡാവും. ചില നാസംബന്ധ കഥാപാത്രം പോലെ നമുക്ക് ഒരിക്കലും സങ്കല്പിക്കാൻ പറ്റില്ല. അത് വളരെ മൈന്യൂട്ടായ ഭാവം പോലും സുരാജ് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോഴാണ് മുഴുവൻ കാണുന്നത്. വളരെ മനോഹരമായിട്ടും ഗംഭീരമായിട്ടും തീവ്രമായിട്ടും ചെയ്തിട്ടുണ്ട്. പഴം ടോട്ടലി എനിക്ക് സന്തോഷം. മാത്രമല്ല എൻ്റെ ചുറ്റുപാടിന് നല്ല പടമായിരുന്നു. നല്ലൊരു വെറൈറ്റി ജോണറാണ്. കുറച്ച് ഡാർക്ക് ഹ്യൂമർ സാധനമാണ്. അടിപൊളിയാണ്. എല്ലാവരും കാണും. ഇഷ്ടപ്പെട്ടോ? പിന്നെ അനിയനാണോ? ആ അതെ. സ്വന്തം പടത്തിൽ അഭിനയിക്കുന്നത് ഇവരാണ്. സുരാജിന്റെ ചെറുപ്പമാണ്. നിങ്ങളൊക്കെ സിനിമ നന്നായിരുന്നു. നല്ലതാ, സൂപ്പർ, അടിപൊളി.